മഴക്കാലത്ത് വിദ്യാർത്ഥികളെ ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും ദീർഘനേരം നിർത്തരുതെന്നും കൺസഷൻ നിരക്കിൽ അധിക തുക ഈടാക്കരുതെന്നും ബസ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി ജില്ലാ സ്റ്റുഡന്റ്സ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റി നിർദ്ദേശം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ വിദ്യാർത്ഥികളുടെ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരമാർഗ്ഗങ്ങൾ രൂപീകരിക്കുന്നതിനുമായി കളക്ടറേറ്റിൽ ചേർന്ന യോഗമാണ് നിർദ്ദേശം നൽകിയത്. വിദ്യാർത്ഥി സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ബസ് തൊഴിലാളി സംഘടനകളെ ഉൾപ്പെടുത്തി സബ് ആർടിഒ തലത്തിൽ പ്രാദേശിക യോഗങ്ങൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. വിദ്യാർത്ഥികളുടെ കൺസഷൻ കാർഡ് ലീഡ്സ് ആപ്പ് മുഖേന വിതരണം ചെയ്യുന്നതും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥാപന മേധാവിയുടെ ഒപ്പും സീലുമുള്ള ഐഡന്റിറ്റി കാർഡ് കൺസഷൻ കാർഡായി ഉപയോഗിക്കുന്നതും ചർച്ച ചെയ്തു. വേനൽ അവധിയില്ലാത്ത കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് അവധിക്കാലത്തും സൗജന്യ നിരക്കിൽ യാത്ര അനുവദിക്കുന്നതും അവധി ദിവസങ്ങളിൽ കൺസഷൻ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളും യോഗത്തിൽ ഉയർന്നു. ബസ് ജീവനക്കാരിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, വിദ്യാർത്ഥികളെ കണ്ടിട്ടും ബസ് നിർത്താതെ പോകുന്നത്, കൺസഷൻ നിരക്കിൽ കൂടുതലായി പണം ഈടാക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. വിദ്യാർത്ഥികൾ ക്യൂ പാലിച്ച് മാത്രം ബസ്സിൽ കയറണമെന്നും മേൽനോട്ടം വഹിക്കാൻ ഒരു അധ്യാപകനെ ചുമതലപ്പെടുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ കൺസഷൻ സമയം നീട്ടണമെന്നും കൺസഷൻ കാർഡിൽ ദൂരപരിധി അനുസരിച്ചുള്ള നിരക്ക് രേഖപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളിൽ കൺസഷൻ സംബന്ധിച്ച ബോധവൽക്കരണം നടത്തണമെന്നും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ADM CS രാജേഷ്, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ വി ജോയ്, ഡിവൈഎസ്പി പ്രകാശൻ പടന്നേൽ എന്നിവർ നേതൃത്വം നൽകി. പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, മലപ്പുറം KSRTC ഇൻസ്പെക്ടർ, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ, നിലമ്പൂർ, തിരൂരങ്ങാടി, കൊണ്ടോട്ടി ജോയിന്റ് ആർടിഒമാർ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, കോളേജ് അധ്യാപകർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് വെൽഫെയർ സെക്ഷൻ ഓഫീസർ, പോലീസ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എഡിറ്റർ ലൈവ്, മലപ്പുറം.